എനിക്കു നിൻ കൃപ മതിയേ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ. ദുരിതം നിറയും മാരുവിലെ വാസത്തിൽ, ദുരിതം നിറയും മാരുവിലെ വാസത്തിൽ, എനിക്കു നിൻ കൃപ മതിയേ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ. ആശ്രയിപ്പാനൊരു ദേഹിയുമില്ല, ആശ്വസിപ്പാനൊരു ഇടവും ഇല്ല. ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, ഒന്നേ മാത്രം നിൻ ജീവമൊഴികൾ, മണ്ണിലെന്നാശ്വാസമായെനിക്കും, മണ്ണിലെന്നാശ്വാസമായി. എനിക്കു നിൻ കൃപ മതിയേ പ്രിയനേ, എനിക്കു നിൻ കൃപ മതിയേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ കർത്താവിൻ്റെ പാദപീഠമായിരിക്കാൻ സഹായിച്ചല്ലോ. സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനേകായിരങ്ങൾ കിടന്നുറങ്ങിയിട്ടും കർത്താവെ ഈ പ്രഭാതത്തിൽ എഴുന്നേൽപ്പാൻ കഴിയാതെ, ഹല്ലേലൂയ, അനേകരെ മരണപ്പെട്ടപ്പോൾ അനേകരെ പ്രശ്നങ്ങളുടെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ കൂടി ആയിരിക്കുമ്പോൾ അടിയൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ തന്ന ദിവസത്തിനായി നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്തിട്ട് ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കൽ ദാനമായി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ ഏൽപ്പിച്ചു തരിക. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. കർത്താവ്, ഞങ്ങൾ ഉള്ളതുപോലെ കാണുന്നവനുള്ളതുപോലെ അറിയുന്നവൻ അവിടുന്ന്. അങ്ങയുടെ പാദപീഠം ചേർന്ന് കടന്നു വരുന്നവരാരും ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നവരാരും ഒരു നാളിൽ ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. അപ്പൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അടിയങ്ങളെ അവിടുന്ന് കരുണ കാണിച്ച് മനസ്സലിഞ്ഞും അവിടുന്ന് വിട്ടുവയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ പ്രഭാതം ഞങ്ങളുടെ കുടുംബത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി ദാനമായി തന്നാണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം എല്ലാം അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വലിയ സ്നേഹത്തിനായി, കരുതലിനായി, കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. ആ കൃപ മാത്രം മതി കർത്താവേ, ആ കൃപ മതി കർത്താവേ, ആ സ്നേഹവും സാന്നിധ്യം മതി കർത്താവേ. ഞങ്ങൾക്ക് അങ്ങയെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിപ്പാൻ കഴിയുകയില്ല കർത്താവേ. ആ കൃപയിൽ ഞങ്ങളെ ദിനം തോറും നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. അവരുടെ പോക്കിലെ, വരവിലെ, വാഹനയാത്ര, വഴിയാത്രയിലെ, പഠനത്തിലൊക്കെ കർത്താവ് കൂടെയിരിക്കണമേ. ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ മറവിലങ്ങ് മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു കാണരുതേ, അപ്പോൾ ദുഷ്ട പിശാചി തുടരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്നായി പഠിക്കണം, പ്രാർത്ഥനയോടെ മുന്നേറണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജയത്തോടെ നടത്തണം. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടണം. കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, പ്രത്യേകിച്ച് 10ലും 11ലും ഒക്കെ പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, BSc നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും പഠിക്കുന്നവർ, മെഡിസിന് പഠിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവ്, ഈ സമയം വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ ഇരിക്കുന്ന മക്കളുണ്ട്. അതിനുവേണ്ടി ഹല്ലേലൂയ അധ്വാനിക്കുന്ന മക്കളുണ്ട്. ഭാരമേറിയ വിഷയങ്ങൾ പഠിക്കുന്ന മക്കളുണ്ട്. അവർക്ക് പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. അവരാഗ്രഹിച്ച സ്ഥാനത്ത് കർത്താപ്പച്ചനവരെ കൊണ്ടുവന്ന് എത്തിക്കുമാറാകണം. പ്രത്യേകിച്ച് കർത്താവ് OET IELTS പഠിക്കുന്ന മക്കൾ, പ്രൊമറി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, എൻ്റെ ദൈവമായ കർത്താവ് നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, എൻ്റെ അപ്പൻ്റെ പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരികയപ്പാ. അവിടുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആലോചനയും ബുദ്ധിയും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവർ നന്നായി പഠിക്കണം, നല്ല മാർക്കോടെ പാസ്സാകട്ടെ. സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുക. അവരായിരിക്കുന്നിടത്ത് സൂക്ഷിച്ചു കൊള്ളണം, ആരോഗ്യത്തിലും കൃപയിലും നടത്തണം. നാടും വീടും വിട്ട് വിതിരിതിലൊക്കെ ആയിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുകയാണ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരാരും ഇല്ലാത്ത സ്ഥാനത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മാതാവായി, പിതാവായി, സകലത്തിൻ്റെ സകലമായി അപ്പച്ചൻ ആലോചന പറഞ്ഞു കൊടുത്ത് കരം പിടിച്ച് നടത്തിക്കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. സന്തോഷത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ സ്വർഗം സഹായിക്കണമേ. ദൈവമായ കർത്താവ്, ഞങ്ങളുടെ കൊച്ചു തലമുറകളെ സമർപ്പിക്കുന്നു. ദൈവാശ്രയത്തിൽ വളർന്ന് മുതിർന്നു വരുവാൻ ഇടയാക്കണം. സകല ബാലപീഠകളിൽ നിന്നും കുഞ്ഞുങ്ങളെ വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടപ്പാ, വേദനാ വിഷയമാ കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഇട്ടുതരിക. ഞങ്ങൾക്കൊന്നിനും കഴിയുകയില്ല കർത്താവേ, എന്നാൽ എൻ്റെ യേശുവിൻ്റെ നാമം വിടിവിക്കുന്നതാ, എൻ്റെ യേശുവിൻ്റെ നാമം ഞങ്ങൾക്ക് സൗഖ്യം തരുന്നതാ, എൻ്റെ യേശുവിൻ്റെ നാമം അത്ഭുതം പ്രവർത്തിക്കുന്നതാ. ഈ നാമത്തിലടിയൻ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. സ്വർഗം കരുണ കാണിക്കുമാറാകണം. ജപ്തിയുടെ വക്കിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ, കടഭാരത്താൽ വലയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. അങ്ങയുടെ ബലമുള്ള കാര്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, തൻ്റെ മക്കൾക്ക് വേണ്ടി സ്വർഗം അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സ്തോത്രം. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. ചെറുതും വലുതുമായ ജോലി ചെയ്യുന്നവർ, ബിസിനസ് ചെയ്യുന്ന മക്കളെയൊക്കെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. ദിനംതോറും വേണ്ടുന്നത് ഓരോ മക്കൾക്കും കൊടുക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ എല്ലാവരെയും കാത്തുകൊള്ളുമാറാകണമേ. എല്ലാ സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വാഹനയാത്രയിലും വഴിയാത്രയിലും അപ്പച്ചൻ കൂടിയിരുന്ന ഓരോ മക്കളെയും സഹായിച്ചു കൊള്ളണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ, ഭവനമില്ലാത്ത മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവർക്ക് വേണ്ടുന്നല്ല സ്വർഗം കരുതിക്കൊള്ളുമാറാകണമേ. വിവാഹപ്രായമായ ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം തക്കത് കുടുംബജീവിതം അവർക്ക് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ അപ്പനവർക്ക് വേണ്ടുന്ന ഉപജീവനമാർഗത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ അവിടെ നിന്നവർക്ക് മാനസാന്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ട്. അവിടുത്തെ സമാധാനത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ, എൻ്റെ കർത്താവേ, ചില തർക്കവിഷയങ്ങളുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് സമർപ്പിക്കുകയാണ്. സകലത്തിനും പരിഹാരകൻ അവിടുന്ന് സ്വർഗമിറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നാഥാ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും യാത്രകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം വേണം. സുഖകരമായ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം. സ്വർഗം മാനിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും പൊന്നുകരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ രോഗികളെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, മുട്ടിൻ്റെ വേദനയുള്ളവർ, നടുവിൻ്റെ വേദനയുള്ളവർ, ഉദരസംബന്ധമായ രോഗമുള്ളവർ, എൻ്റെ കർത്താവ് ബ്ലീഡിംഗ് ഉള്ളവർ, എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട്. മാനസികമായ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട്. തൈറോയ്ഡ് ഉള്ളവർ, ആസ്മ രോഗികൾ, ദൈവമായ കർത്താവെ, പനിയാൽ ചുമയാൽ ഭാരപ്പെടുന്നവർ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തൊട്ട് സുഖപ്പെടുത്തേണ്ടതിനായി ഏൽപ്പിച്ചു തരുന്നു. സ്വർഗം മാനിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓപ്പറേഷന് വിധേയപ്പെട്ട് കിടക്കുന്നവരുണ്ട്. ഓപ്പറേഷന് തയ്യാറെടുക്കുന്നവരുണ്ട് കർത്താവേ. ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശാരീരികമായി അനുഭവിക്കുന്ന സകല ബുദ്ധിമുട്ടുകൾക്കും സ്വർഗത്തിലെ അപ്പച്ചൻ മരുന്നും വൈദ്യനുമായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ, ജോലി കാര്യങ്ങളെ ചെയ്യേണ്ടതായിട്ടുണ്ട്, യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. എൻ്റെ സ്വർഗത്തിലെ ദൈവം സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങല്ലാതെ വിടുവിക്കുവാൻ മറ്റാരുമില്ല നാഥാ, നീ സഹായിക്കണമേ. കാൽവറി ക്രൂശിലെ രക്തമരുന്നുള്ളി ഒത്തിവയ്ക്കുമാറാകണം. എല്ലാ രോഗാണുവിനെയും നിർജീവമാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം കർത്താവേ. അപ്പാ, നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്, നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അടിക്കടി ശരീരത്തിലുണ്ടാകുന്ന പരുക്കൾ മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നാഥാ, നീ തൊട്ട് സുഖപ്പെടുത്തിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ അപ്പാ, പൈതങ്ങളോട് മനസ്സലിവ് കാണിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൻ്റെ ബലമുള്ള കാര്യത്തിൽ സമർപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. നാഥാ, ഈ സമയം ഹാലയിൽ ഷുഗറും പ്രശ്നമുള്ളവരുണ്ട്. കാഴ്ചയും കേൾവിയുമില്ലാത്തവരുണ്ട്. ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കിടക്കയിൽ അഭയം പ്രാപിച്ച മക്കൾ,
വീൽ ചെയറിലായിരിക്കുന്നവരുണ്ട്, ആശുപത്രി മുറികളിൽ ICUയിലും CCയിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഡെലിവറി റൂമിലും ഒക്കെ കിടക്കുന്നവരുണ്ട് കർത്താവ്. വെന്റിലേറ്ററിലായിരിക്കുന്നവരുണ്ടപ്പാ. എല്ലാവരെയും അപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിച്ച് തരുന്നു നാഥാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുടെ അരികിൽ കർത്താപ്പച്ചൻ കടന്നു ചെല്ലണമേ, മനസ്സലിവ് കാണിക്കണമേ. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാവും കർത്താവേ. അത് രുചിച്ചറിയുവാൻ, അത് തിരിച്ചറിയുവാൻ സ്വർഗം സഹായിക്കുമാറാകണം. അടിയൻ മറന്നാലും മറക്കാത്ത ദൈവമേ, ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയത്തെ സ്വർഗം അംഗീകരിക്കണമേ. സമാധാനത്തോടെ, സൗഖ്യത്തോടെ, ദൈവകൃപയോടെ, സമൃദ്ധിയോടെ ജീവിപ്പാൻ തക്കണം സ്വർഗം ഇടയാക്കുമാറാകണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ വിഷയവും കർത്താവിൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവനുള്ളതുപോലെ അറിയുന്നവൻ അവിടുന്ന് ആകിയാൽ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ ഓർക്കുന്നു. കുടുംബത്തിൽ പുതുവർഷകാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പുതിയ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ഓരോ കുടുംബത്തെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അലമുറയിട്ട് കരയുന്ന ജനസമൂഹത്തിൻ്റെ നടുവിലാപ്പാ പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കൾ കരയുന്നവർ കർത്താവെ നീ കാണുന്നല്ലോ. എൻ്റെ ദൈവമേ, നീ ആശ്വസിപ്പിക്കണേ അപ്പാ, ആശ്വസിപ്പിക്കണേ അപ്പാ. അപ്പാ, നീ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ, മനസ്സറിയണമേ, കരുണ കാണിക്കണമേ കർത്താവെ. സഹിക്ക വയ്യാത്തൊന്നും നൽകി തരില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നീ അവിടുന്ന് മനസ്സറിയണമേ, മനസ്സറിയണമേ എന്നടിയെ ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ നൊമ്പരങ്ങൾക്ക് വറുതി വരുത്താൻ കഴിവുള്ള ദൈവം നീ മാത്രമാകിയാൽ കരയുന്നവരുടെ കണ്ണുനീരിനെ തുടച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നതിന് അതിനെയും വിധവകളെയും ഒക്കെ സമർപ്പിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കണമേ അപ്പാ. പാടുകളുടെ നടുവിൽ കൂടി, നീറുന്ന വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അടിയൻ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരം ചാർത്ത് പിടിച്ചവരെ നടത്തണം. എൻ്റെ അപ്പനോടൊന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ വടികളെ നിറയ്ക്കണമേ, മഹത്വം അവിടുന്ന് എടുക്കണമേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.